നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോ ജേക്കബ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്നു. കോളേജിൽ 27 വർഷത്തോളം അധ്യാപകനായിരുന്നു. അസ്ട്രോണമി രംഗത്ത് ഏതാണ്ട് 25 വർഷത്തോളം ഗവേഷണ പരിചയമുണ്ട്. ഇപ്പോൾ പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ വിസിറ്റിംഗ് അസോസിയേറ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൽപ്പക്കത്തെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിലെ മുൻ ഫാസ്റ്റ് റിയാക്ടർ ടെക്നോളജി ഗ്രൂപ്പ് ഡയറക്ടറും ഡിസ്റ്റിംഗ്വിഷ്ഡ് സയൻറ്റിസ്റ്റുമായ ഡോക്ടർ കെ രാജനാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 6 രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രൊജക്റ്റിൽ നിരവധി വർഷം പ്രവർത്തിച്ച അദ്ദേഹത്തിൽ നിന്നും ഇന്ത്യയുടെ ആണവരംഗത്തെ ഈ മുന്നേറ്റത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. അദ്ദേഹം ഇപ്പോൾ വാഴക്കുളം വിശ്വജ്യോതി കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനം പൂർത്തീകരിച്ച ശേഷം അവിടെ അക്കാഡമിക് ഡീൻ ആയി സേവനം തുടരുന്നു. നമസ്കാരം രാജൻ സാർ. കൽപ്പാക്കത്ത് കഴിഞ്ഞ ദിവസം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉദ്ഘാടനം ചെയ്തതായി വാർത്തയുണ്ടായിരുന്നല്ലോ. അങ്ങ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുമാണല്ലോ. ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിഘടന റിയാക്ഷൻ, അതായത് ഫിഷൻ റിയാക്ഷൻ സസ്റ്റെയിൻഡ് ആയിട്ട്, ചെയിൻ റിയാക്ഷൻ സസ്റ്റെയിൻഡ് ആയിട്ട് നടക്കുന്ന ഒരു ക്ലോസ്ഡ് വെസൽ അല്ലെങ്കിൽ ഒരു പാത്രം, അതാണ് റിയാക്ടർ. അവിടെ സസ്റ്റെയിൻഡ് റിയാക്ഷൻ സ്റ്റഡി ആയിട്ട് നടത്തി ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ റിയാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ആറ്റങ്ങളെ വിഘടനം ചെയ്യുകയാണോ ചെയ്യുക? അതെ അതെ, വിഘടനം ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അങ്ങ് ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ച് പറഞ്ഞുവല്ലോ. എന്താണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നടക്കുന്നത്, അതിനുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? അപ്പൊ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഉണ്ടാവും. ഇന്ധനത്തിന്റെ ആറ്റത്തില് ന്യൂട്രോൺ പോയി അബ്സോർബ് ചെയ്യുമ്പോൾ അത് രണ്ടായി വിഭജിക്കുന്നു, ഫിഷൻ നടക്കുന്നു, പിളർക്കുന്നു. അങ്ങനെ രണ്ടായി വിഭജിക്കുകയും അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കുകയും അതോടുകൂടി 2-3 ന്യൂട്രോൺ കൂടി പുറത്തു വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ, അത് കൈനറ്റിക് എനർജി ആയിരിക്കും, അത് പിന്നീട് തെർമൽ എനർജിയായി മാറുകയും ആ തെർമൽ എനർജിയെ നമ്മൾ ഒരു കൂളന്റ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് സ്റ്റീം ജനറേറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സ്റ്റീം ഉൽപ്പാദിപ്പിച്ച് പവർ ഉൽപ്പാദിപ്പിക്കുക. അതാണ് ഒരു പവർ റിയാക്ടറിൽ നടക്കുന്ന പ്രക്രിയ. സാർ, ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് എന്താണ് ഈ ബ്രീഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഒന്ന് പറയാമോ? അതായത് നമുക്ക് പലതരം റിയാക്ടറുകളുണ്ട്. തെർമൽ റിയാക്ടർ അല്ലെങ്കിൽ സ്ലോ ന്യൂട്രോൺ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ടറിനുള്ളിൽ ന്യൂട്രോണിന്റെ സ്പീഡ് അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ എനർജി വെലോസിറ്റി ഡെലിബറേറ്റ് ആയിട്ട് മോഡറേറ്റർ ഉപയോഗിച്ച് വളരെ കുറച്ചു കൊണ്ടുവന്ന് ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടത്തുന്ന റിയാക്ടറിൽ നമ്മൾ തെർമൽ റിയാക്ടർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ റിയാക്ടറിലെ ഈ ന്യൂട്രോണിനെ അതിന്റെ ആ ഹൈ സ്പീഡിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രോൺ ഉപയോഗിച്ച് ഈ ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ അതിനെ ഫാസ്റ്റ് റിയാക്ടർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ഫാസ്റ്റ് റിയാക്ടറിൽ ന്യൂട്രോണിന്റെ സ്പീഡ് അല്ലെങ്കിൽ എനർജി വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഫാസ്റ്റ് റിയാക്ടറിൽ നമ്മൾ പ്ലൂട്ടോണിയമാണ് സാധാരണ പ്രധാന ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് തെർമൽ റിയാക്ടറിൽ സാധാരണ നാച്ചുറൽ യുറേനിയം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയമാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ഫാസ്റ്റ് റിയാക്ടറിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഫിഷനിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂട്രോണിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് ആ എക്സ്ട്രാ ഉണ്ടാകുന്ന ന്യൂട്രോൺ ഉപയോഗിച്ച് യുറേനിയം 238 പോലുള്ള നമ്മുടെ അണുക്കളെ അല്ലെങ്കിൽ ആറ്റങ്ങളെ നമുക്ക് ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റിയാക്ടറിലെ കോറില് ഫിഷൻ റിയാക്ഷൻ നടത്തി അല്ലെങ്കിൽ നടന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ന്യൂട്രോൺ അതിന്റെ ചുറ്റും ബ്ലാങ്കറ്റിൽ വെച്ചിരിക്കുന്ന യുറേനിയം 238 കണക്കുള്ള ഫ്യൂവൽ അല്ലാത്ത ഫെർട്ടൈൽ മെറ്റീരിയൽ പോയി അബ്സോർബ് ആവുകയും അത് ഫ്യൂവലായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പവർ ഉൽപാദനത്തോടൊപ്പം തന്നെ ഈ ഫ്യൂവലിന്റെ ഒരു പ്രൊഡക്ഷൻ ബ്ലാങ്കറ്റിൽ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ അത് ഈ ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കാൾ കൂടുതൽ
അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സംവിധാനം അത് ഫാസ്റ്റ് റിയാക്ടറിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അത് പ്ലൂട്ടോണിയം ഫ്യൂവലിൽ ഫാസ്റ്റ് റിയാക്ടറിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് 1 കിലോഗ്രാം ഫ്യൂവല് കൺസ്യൂം ചെയ്യുമ്പോൾ ഏറെക്കുറെ 1.1 അല്ലെങ്കിൽ 1.2 കിലോഗ്രാം ഫ്യൂവല് നമ്മുടെ റിയാക്ടറിന്റെ ബ്ലാങ്കറ്റിൽ, അതായത് കോറിന് ചുറ്റി വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റിൽ രൂപപ്പെടുന്നു. ആ ഫ്യൂവൽ നമുക്ക് വീണ്ടും എടുത്ത് റിയാക്ടറിൽ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഫ്യൂവലിന്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന, ഫ്യൂവൽ ബ്രീഡിംഗ് നടക്കുന്ന റിയാക്ടറാണ് ഫാസ്റ്റ് റിയാക്ടർ അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞത് ഇത്തരം റിയാക്ടറുകളിൽ സാധാരണ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ഇന്ധനവും നമുക്ക് യോഗ്യമാക്കാൻ വേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. അത് എക്സാക്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ കുഴിച്ചെടുക്കുന്ന യുറേനിയത്തിൽ, പ്രകൃതിദത്ത യുറേനിയത്തില് 0.7%, ഈ 0.7% മാത്രമേ ഉള്ളൂ ഫിഷണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിഘടന ശേഷിയുള്ള യുറേനിയം 235 ആറ്റം. ബാക്കി 99.3% ഫിഷണബിൾ അല്ലാത്ത യുറേനിയം 238 ആണ്. അപ്പൊ നമ്മൾ ഈ 0.7%നെ ഫിഷൻ ചെയ്ത് ഊർജം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ തെർമൽ റിയാക്ടറിലെല്ലാം കുറച്ച് പ്ലൂട്ടോണിയം ഉണ്ടാകുന്നുണ്ട്. ആ പ്ലൂട്ടോണിയം എടുത്ത് നമ്മൾ ഫാസ്റ്റ് റിയാക്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫിഷണബിൾ അല്ലാത്ത യുറേനിയം 238നെ നമുക്ക് പ്ലൂട്ടോണിയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. 99.3% ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള യുറേനിയം 238നെ ഫിസൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിഘടന ശേഷിയുള്ള പ്ലൂട്ടോണിയം 239 ആക്കി മാറ്റാനും, ആ മാറ്റം ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഉൽപാദനം നടക്കുന്നതിനാലുമാണ് അതിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. യുറേനിയത്തിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ നമുക്ക് ഇതുകൊണ്ട് സാധ്യമാവും. അപ്പോൾ സാറ് ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഇനി നമ്മുടെ ഇന്ത്യയിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിതമായതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചരിത്രം ഒന്ന് അനുവാചകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാം. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ ജഹാംഗീർ ഹോമി ബാബയാണ്. ജഹാംഗീർ ഹോമി ബാബ വിഭാവനം ചെയ്തത് 3 സ്റ്റേജ് പവർ പ്രോഗ്രാമാണ്. 1954 നമ്മുടെ ട്രോംബെ ആറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ഈ ആണവ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഈ 3 സ്റ്റേജ് പ്രോഗ്രാം അനുസരിച്ച് ആദ്യം നമ്മൾ ഈ സ്ലോ ന്യൂട്രോൺ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ തെർമൽ റിയാക്ടേഴ്സ് ഉണ്ടാക്കുവാനും, ആ തെർമൽ റിയാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്ലൂട്ടോണിയം ഉപയോഗിച്ച് രണ്ടാമത്തെ ഘട്ടത്തില് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് ഉണ്ടാക്കുവാനുമാണ് ഭാവന ചെയ്തത്. അതിനുവേണ്ടി ബാബയുടെ മരണശേഷം വിക്രം സാരാഭായ് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച്, അന്ന് അത് റിയാക്ടർ റിസർച്ച് സെന്റർ ആയിരുന്നു, 1971 കൽപ്പാക്കത്ത് സ്ഥാപിക്കുകയും അത് എക്സ്ക്ലൂസീവായിട്ട് ഫാസ്റ്റ് റിയാക്ടർ റിസർച്ചിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്ന ഗവേഷണത്തിന്റെ എല്ലാം ഫലമായിട്ടാണ് അവിടുത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിന്റെ ഓപ്പറേഷനും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഡിസൈനും കൺസ്ട്രക്ഷനും കമ്മീഷനിങ്ങും ഒക്കെ അതിന്റെ ക്രിട്ടിക്കാലിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ വലിയൊരു മൈൽസ്റ്റോൺ ആണ്. അപ്പൊ അതാണ് അങ്ങനെ ഈ വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഹോമി ബാബയുടെയും വിക്രം സാരാഭായിയുടെ ഒക്കെ വിഷന്റെ ഫലമായിട്ട് നമ്മൾ ഈ 3 സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇത് തുടങ്ങിയ തെർമൽ റിയാക്ടേഴ്സ് 25ഓളം തെർമൽ റിയാക്ടേഴ്സ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ രണ്ടാമത്തെ ഫാസ്റ്റ് റിയാക്ടറാണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ആദ്യത്തേത് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ MBTR, അത് 1985 കൽപ്പാക്കത്ത് തന്നെ അത് ക്രിട്ടിക്കലാക്കി അത് കമ്മീഷൻ ചെയ്തു. കഴിഞ്ഞ കുറെ വർഷമായിട്ട് അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 500 മെഗാവാട്ട് ശേഷിയുള്ള ഒരു കൊമേഴ്സ്യലിന്റെ പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള PMBRന്റെ ഡിസൈൻ ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ കമ്മീഷനിങ് നടന്നു. അതൊരു ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് അതിനെ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അങ്ങ് നിരവധി വർഷമായി ഈ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ റിയാക്ടറിന്റെ വികസനത്തിൽ അങ്ങയുടെ പങ്ക് ഒന്ന് വിശദീകരിക്കാമോ? എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ റിയാക്ടറിന്റെ പ്രവർത്തനങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? എന്റെ പങ്കെന്ന് പറഞ്ഞാൽ ഞാൻ 1981 ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിൽ കൽപ്പാക്കത്ത് ഒരു എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതല്
34 വർഷക്കാലം ഈ ഫാസ്റ്റ് റിയാക്ടറിന്റെ റിസർച്ച് ഗവേഷണ രംഗത്ത് ആണ് പ്രവർത്തിച്ചത്. ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് കമ്പോണന്റ് ടെസ്റ്റിലും കമ്പോണന്റ് ഡെവലപ്മെന്റിലും കമ്പോണന്റ് ടെസ്റ്റിംഗിലുമായിരുന്നു. അപ്പോൾ ഒട്ടനവധി റിയാക്ടർ കമ്പോണൻസ്, റിയാക്ടറിലേക്കുള്ള ഉപകരണങ്ങൾ, സിസ്റ്റംസ് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതിൽ ഡിസൈൻ ചെയ്ത് അത് മാനുഫാക്ചർ ചെയ്ത് അതിനെ നമ്മൾ ഈ റിയാക്ടർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ സിമുലേറ്റ് ചെയ്ത് ആ റിയാക്ടർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലും അബ്നോർമൽ കണ്ടീഷനിലും ഈ ഓരോ ഉപകരണങ്ങളും അല്ലെങ്കിൽ കമ്പോണന്റുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി കൺഫേം ചെയ്തതിനു ശേഷം വേണം നമുക്കത് റിയാക്ടറിലേക്ക് ഉപയോഗത്തിന് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ പ്രധാന റോള് ഞാൻ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കമ്പോണന്റ് ടെസ്റ്റിങ്ങിന്റെ ഏരിയയിലാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സോഡിയം ഫെസിലിറ്റീസിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ കമ്മീഷനിങ്, ഓപ്പറേഷൻ, കണ്ടക്ടിങ് ഓഫ് ദ ടെസ്റ്റ്, ഇതെല്ലാം എൻ്റെ ചുമതലയായിരുന്നു. അവസാനത്തെ 5 വർഷം ഫാസ്റ്റ് റിയാക്ടർ ടെക്നോളജി ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ടാണ് പ്രവർത്തിച്ചത്. ആ സമയത്ത് നമ്മൾ ഷട്ട് ഡൗൺ മെക്കാനിസംസ്, ഫ്യൂവൽ ഹാൻഡ്ലിംഗ് മെഷീൻസ്, മോഡൽ സ്റ്റീം ജനറേറ്റർ, മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് പമ്പ്സ്, അങ്ങനെ നിരവധി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാനും അതിന്റെ പെർഫോമൻസ് കൺഫേം ചെയ്യാനും അങ്ങനെ തൃപ്തികരമായിട്ട് അതിനെ റിയാക്ടറിലേക്ക് ഡെലിവറി ചെയ്യാനും കഴിഞ്ഞിരുന്നു. അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. വലിയൊരു സബരിയായിരുന്നു അത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വെല്ലുവിളികൾ സാറിന്റെ ഓർമ്മയിലുണ്ടോ? എന്തെങ്കിലും പ്രത്യേകമായി ഏതെങ്കിലും സ്ഥലത്ത് വെല്ലുവിളികൾ? കാരണം ഈ എന്താണ് റിയാക്ടർ കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ എക്സ്പെരിമെന്റൽ ഫെസിലിറ്റീസിൽ ആ റിയാക്ടർ കണ്ടീഷൻസും നോർമൽ കണ്ടീഷൻസും അബ്നോർമൽ കണ്ടീഷനിലും സിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ചലഞ്ചായിരുന്നു. അപ്പൊ അങ്ങനെ ചലഞ്ച് ചെയ്ത് ഈ കമ്പോണന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഓഫീസ് കൈൻഡ് ആണ്, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ആരുടെയും സഹകരണമില്ലാതെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ഈ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസൈനേഴ്സ് വിചാരിച്ചതിൽ പെർഫോം ചെയ്തെന്ന് വരില്ല. അപ്പോൾ നമ്മളത് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ട്രയലുകൾ നടത്തി പല പ്രാവശ്യത്തെ ടെസ്റ്റിങ്ങും ഒക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മൾ റിയാക്ടറിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് കൊടുക്കുന്നത്. ഈ റിയാക്ടറിൽ പോയതിനു ശേഷവും അവിടെയും ഈ 100 കണക്കിന് കമ്പോണൻസും സിസ്റ്റംസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ കമ്പൈൻഡ് ഓപ്പറേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എന്താണെങ്കിലും കുറച്ച് ഡിലേ ഉണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും അവസാനം നമുക്കത് വിജയകരമായിട്ട് 500 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോഡിയം കൂൾഡ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കമ്മീഷൻ ചെയ്യാനും അതിന്റെ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞൊരു വലിയ നേട്ടം തന്നെയാണ്. ഇനി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ നമ്മുടെ രാജ്യത്ത് ഊർജ രംഗത്ത് ഉള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള യുറേനിയം, പ്രകൃതിദത്ത യുറേനിയത്തില് 0.7% മാത്രമേ ഫിഷണബിൾ ആയിട്ടുള്ള ഊർജ ഉൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ വിഘടിത ശേഷിയുള്ള ഐസോട്ടോപ്പ്. ഈ 99.3% അതിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇനി അതുകൂടാതെ നമ്മുടെ ഇന്ത്യയില് ഏറെക്കുറെ ലോകത്തുള്ളതിന്റെ 25-30% തോറിയും ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കടൽ തീരത്തുള്ള തോറിയമാണ്. കരിമണലിലാണോ? മണലിലാണോ ഉള്ളത്. ആ മണലിലുള്ള തോറിയം അത് ഫിസൈൽ അല്ല, അല്ലെങ്കിൽ വിഘടിത ശേഷി ഇല്ലാത്ത ഒരു മൂലകമാണ്. ആ വിഘടിത ശേഷി ഇല്ലാത്ത തോറിയത്തെ നമ്മൾ വിഘടന ശേഷിയുള്ള യുറേനിയം 233 ഐസോട്ടോപ്പാക്കി മാറ്റാൻ അത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലേ കഴിയുള്ളൂ. അപ്പോൾ 2 കാര്യം. ഒന്ന്, നമ്മുടെ യുറേനിയത്തെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. നമ്മുടെ തോറിയത്തെ അതിനെയും നമുക്ക് ഒരു ന്യൂക്ലിയർ ഫ്യൂവലായിട്ട്, ഒരു ഇന്ധന വസ്തുവായിട്ട് മാറ്റാൻ കഴിയും. അതിന്റെ പ്രത്യേകത, ആ മാറ്റുന്നത് നമ്മൾ ഇത് റിയാക്ടറിലാണ് നടക്കുന്നത്. ആ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ പ്രൊസീഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ഫ്യൂവൽ കൂടി വരും. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ യുറേനിയം ഉപയോഗിച്ച് ഏറെക്കുറെ 15 വർഷക്കാലത്തേക്ക് മൊത്തം നമ്മൾ ആറ്റോമിക് എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ, ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ 15 വർഷക്കാലത്തേക്ക് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇന്ധനം സപ്ലൈ ചെയ്യാൻ ഈ യുറേനിയം റിയാക്ടേഴ്സിന് കഴിയും.
ഏറെക്കുറെ 200 വർഷക്കാലത്തേക്ക് ഉള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ തോറിയം കൺവേർട്ട് ചെയ്ത് യുറേനിയം 233 ആക്കി മാറ്റിയാൽ കഴിയുമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ കണ്ടെത്തലുകൾ. ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് എന്ന നിലയിൽ ന്യൂക്ലിയർ ഊർജ്ജ രംഗത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ രംഗത്ത് ഉണ്ടാകാനിരിക്കുന്ന മുന്നേറ്റങ്ങൾ ഒന്ന് സൂചിപ്പിക്കാനാവുമോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം ന്യൂക്ലിയറിലെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് 70-75% വരെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ നമ്മുടെ കോൾ ഫയർഡ് തെർമൽ പവർ സ്റ്റേഷനിൽ നിന്നാണ്. ഈ കോൾ ഫയർഡ് തെർമൽ പവർ സ്റ്റേഷന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. 1 യൂണിറ്റ് എനർജി, 1 കിലോവാട്ട് എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറെക്കുറെ 1 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനും ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ നൽകും. അതുകൊണ്ട് നമ്മൾ 2070 ആകുമ്പോഴത്തേക്കും കാർബൺ ന്യൂട്രൽ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ തെർമൽ പവർ സ്റ്റേഷൻസ് അത് എഫിഷ്യൻസി കുറഞ്ഞവ നമുക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും പുതിയ തെർമൽ പവർ സ്റ്റേഷൻ, കോൾ ഫയർഡ് തെർമൽ പവർ സ്റ്റേഷൻ നമുക്ക് ഇനി അനുവദിക്കാൻ സാധ്യതയില്ല. അപ്പൊ ആ സ്ഥിതിക്ക് സ്ഥിരതയോടുകൂടി ബേസ് ലോഡ് പവർ സ്റ്റേഷനായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സോളാറിനോ വിൻഡിനോ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബേസ് ലോഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, ബേസ് ലോഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തെർമൽ പവർ സ്റ്റേഷന്, അതായത് കോൾ ഫയർഡ് തെർമൽ പവർ സ്റ്റേഷന് പകരമായിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ കഴിയുള്ളൂ. അപ്പൊ അതിന് കഴിയുമ്പോൾ നോക്കുമ്പോൾ, നമ്മൾ റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ് ഒരു വസ്തുത. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ന്യൂക്ലിയർ പാത്ത് ഫോളോ ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമ്മളുടെ കൽക്കരി കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പരാമർശിച്ചല്ലോ. തന്മൂലം ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ആ രംഗത്ത് നമ്മുടെ ഭാഗികമായി അങ്ങ് സൂചിപ്പിച്ചെങ്കിലും ആ രംഗത്തേക്ക് എങ്ങനെയാണ് ന്യൂക്ലിയർ എനർജി കൊണ്ട് നമ്മുടെ രാജ്യത്ത് മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? അല്ലെങ്കിൽ രാജ്യാന്തര ആയിട്ട് തന്നെ ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടി എങ്ങനെ? ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരു പരിധി വരെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തെർമൽ പവർ സ്റ്റേഷൻസിന് പകരം നമുക്ക് ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു മികച്ച റീപ്ലേസ്മെന്റ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ ലോകത്തെല്ലാംപാടും സംസാരിക്കുന്നത് SMR-നെ പറ്റി, സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്. അതായത് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു 50 മുതൽ 300 വരെ അല്ലെങ്കിൽ 50 മുതൽ 250 വരെയൊക്കെ ഉള്ള പവർ കപ്പാസിറ്റി ഉള്ള റിയാക്ടേഴ്സ്, ഫാക്ടറി ബിൽറ്റ് റിയാക്ടേഴ്സ് ഉണ്ടാക്കി അത് ഓരോ സ്ഥാപനങ്ങളിലും വ്യവസായങ്ങളിലും അതുപോലെ തന്നെ ഓരോ വില്ലേജുകളിലും ഒക്കെ സ്ഥാപിച്ച് അവിടെ എല്ലാം പവർ ജനറേഷൻ നടത്താനുള്ള ടെക്നോളജിയാണ് സ്മോൾ മോഡുലർ റിയാക്ടർ ടെക്നോളജി. അതുമൂലം ഈ ന്യൂക്ലിയർ എനർജിയുടെ അതിന്റെ ഉപയോഗം ലോകത്തെമ്പാടും വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ലോകത്തെമ്പാടും ഒത്തിരി ഗവേഷണങ്ങൾ ആ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വലിയ റിയാക്ടർ കൂടാതെ, അതായത് 1000 മെഗാവാട്ടിന്റെയും 700 മെഗാവാട്ടിന്റെ ഒക്കെ റിയാക്ടർ കൂടാതെ ഈ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സിന്റെ കൂടെ വരവോടുകൂടി ഈ രംഗത്ത് വലിയ മാറ്റം വരാൻ പോവുകയാണ്. അത് ലോകത്തിലെമ്പാടും നടക്കുന്നു, ഇന്ത്യയിലും അത് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യുദ്ധവാർത്തകളാണല്ലോ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണമായി പറയപ്പെടുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? പീസ്ഫുൾ യൂസ് ഓഫ് ആറ്റോമിക് എനർജി, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് അണുശക്തി ഉപയോഗത്തെ പറ്റിയാണ്. ഈ ഞാൻ സൂചിപ്പിച്ച പോലെ 99.3% യുറേനിയം 238ഉം 0.7% യുറേനിയം 235 ആണ് നാച്ചുറൽ യുറേനിയം ഉള്ളത്. ഇത് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് ഈ U-235ന്റെ കണ്ടന്റ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കി അത് 4%ഉം
ചില കേസുകൾ 20% വരെയൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ സമ്പുഷ്ട യുറേനിയത്തിലെ യുറേനിയം-235 കണ്ടന്റ് അത് എൻറിച്ച്മെന്റ് സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചുള്ള എൻറിച്ച്മെന്റ് ടെക്നോളജി ഉപയോഗിച്ച് അത് നമുക്ക് 60% അല്ലെങ്കിൽ 90% കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയമായി. അപ്പൊ നാച്ചുറൽ യുറേനിയത്തിൽ നിന്ന് വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെപ്പൺ ഉണ്ടാക്കാനും യുറേനിയം 90% എൻറിച്ച്മെന്റ് ഉള്ള യുറേനിയം ഉണ്ടാക്കാനും അത് പിന്നെ ട്രിഗറിംഗ് മെക്കാനിസം ഒക്കെ മിസൈലൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെപ്പണായിട്ട് ഉപയോഗിക്കാനും എവിടെയെങ്കിലുമൊക്കെ അത് ചെയ്യാനും കഴിയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയുടെ അത് പൊതുവെ ധാരണ ഇറാന് 2 സ്ഥലത്ത്, ഒന്ന് അണ്ടർഗ്രൗണ്ടിലും ഒന്നല്ലാതെ 2 സ്ഥലത്ത് ഇറാന് ഈ സമ്പുഷ്ട യുറേനിയം നിർമ്മിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നും അവർക്ക് 60% കൂടുതൽ എൻറിച്ച്മെന്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ഏത് നിമിഷവും അത് 90%-ലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നും അങ്ങനെ അവർക്ക് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഗ്രേഡ് യുറേനിയം അവരുടെ കയ്യിലുള്ളത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ ശത്രു രാഷ്ട്രങ്ങൾക്ക് ഒരു ഭീഷണിയാണെന്നുള്ള ഒരു ചിന്തയാണ് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങിപ്പോൾ വിശ്വോദി കോളേജിൽ പ്രവർത്തിക്കുകയാണല്ലോ. ആ ആണവ ഗവേഷണ രംഗത്ത് ഇപ്പോൾ അങ്ങ് എന്തെങ്കിലും സംഭാവനകൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടോ അധ്യാപനത്തിനോടൊപ്പം? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ വിശ്വജ്യോതി കോളേജിൽ ആദ്യം 4 വർഷം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിട്ടും പിന്നീട് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തില് ഒരു 6 വർഷക്കാലം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 2.5 വർഷമായിട്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ക്രിട്ടിക്കാലിറ്റിയിലേക്ക് അച്ചീവ് ചെയ്ത പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് സ്പീഡ് റിയാക്ടറിന്റെ പ്രോജക്ട് ഡിസൈൻ ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, അതായത് AERB ആണ് ഈ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി AERBയുടെ ഒരു കമ്മിറ്റിയാണ് ഈ പ്രോജക്ട് ഡിസൈൻ ആൻഡ് സേഫ്റ്റി കമ്മിറ്റി ഫോർ APR. അതിന്റെ സേഫ്റ്റി റിവ്യൂവിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് സേഫ്റ്റി റിവ്യൂ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത്. അങ്ങ് ന്യൂക്ലിയർ സേഫ്റ്റി രംഗത്ത് ഗവേഷണമായ സംഭാവനകൾ നൽകുന്നതായി പറഞ്ഞുവല്ലോ. ന്യൂക്ലിയർ വികിരണങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അത് ഹാനികരമാകും എന്നാണല്ലോ റിയാക്ടറുകൾക്കെതിരെ അതിനെ എതിർക്കുന്ന ആളുകൾ ആരോപിക്കുന്നത്. അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ഇതിനെ സംബന്ധിച്ച്? സേഫ്റ്റി രംഗത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ വർക്ക് ചെയ്തിട്ടില്ല, സേഫ്റ്റി റിവ്യൂല് അംഗമാണെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ന്യൂക്ലിയർ റിയാക്ടറിലും ഒരു ചെറിയ അംശം റിസ്ക് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പുറത്തു വരാനും ഹാനികരമാവാനുള്ള വളരെ 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 ചെറിയ ഒരു സാധ്യതയുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ബാരിയേഴ്സ് ഉപയോഗിച്ച് ഡിഫൻസ് ഇൻ ഡെപ്ത് അപ്രോച്ചാണ്. ആ ഡിഫൻസ് ഇൻ ഡെപ്ത് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ബാരിയേഴ്സ് ഉപയോഗിച്ച് യാതൊരു കാരണവശാലും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ റിയാക്ടറിന്റെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി പല ലെയർ ആയിട്ടുള്ള ഡിഫൻസ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഫെയിലായാൽ മറ്റൊന്ന്, അത് ഫെയിലായാൽ മറ്റൊന്ന്, അങ്ങനെ യാതൊരു കാരണവശാലും 1, 2, 3 സിസ്റ്റങ്ങൾ ഫെയിലായാലും ഇത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പുറത്തു വരാതിരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമ്മള് ഈ റിയാക്ടർ എല്ലാം ഓവർ ഹീറ്റ് ആകുന്ന ഒരു സാധ്യത, ഡീകേ ഹീറ്റ് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് പാസീവ് ഡീകേ ഹീറ്റ് റിമൂവൽ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ PFBR ഉൾപ്പെടെയുള്ള പുതിയ റിയാക്ടറുകളെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈവൻ പവർ എല്ലാം ഫെയിലായാൽ തന്നെ നാച്ചുറൽ പ്രോസസ്സിലൂടെ നാച്ചുറൽ കൺവെർഷനിലൂടെ ഈ ഡീകേ ഹീറ്റ് റിമൂവൽ നടക്കുകയും റിയാക്ടർ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അത്യാധുനിക പാസീവ് ആയിട്ടുള്ള ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ റിയാക്ടറുകളിൽ നമ്മൾ എഞ്ചിനീയർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു അപകടം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനിയും നമ്മൾ ഗവേഷണത്തിലൂടെ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എല്ലാ പഴുതുകളും അടച്ച് ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെയും ഈ
റിസർച്ച് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഉത്തരവാദിത്വം. അപ്പോൾ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്നാണ് സാറ് പറയുന്നത് അതിനെ സംബന്ധിച്ച്. അങ്ങനെ ഓക്കെ. അങ്ങ് വിശ്വജ്യോതി കോളേജിൽ 10 വർഷമായി സേവനം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ആറ്റോമിക് എനർജി രംഗത്ത് അങ്ങയുടെ പരിചയം എങ്ങനെയാണ് കോളേജിന് മുതൽക്കൂട്ടായത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഈ കഴിഞ്ഞ 10 വർഷക്കാലം കോളേജിൽ ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട പല പരിപാടികൾ നടക്കുകയുണ്ടായി. ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയർ എനർജി അവയർനെസ് സെമിനാർ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ എല്ലാ കോളേജുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂക്ലിയർ എനർജി അവയർനെസ് സെമിനാർ സംഘടിപ്പിച്ചു. അതിനുശേഷം ഒരു കോൺഫറൻസ് BRNSന്റെ സഹായത്തോടെ സംഘടിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു 30ഓളം എക്സ്പേർട്സ്, ന്യൂക്ലിയർ സൈഡ് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി സെന്ററിൽ നിന്നും അതുപോലെ തന്നെ കൂടംകുളം NBCയിൽ നിന്നൊക്കെയുള്ള എക്സ്പേർട്സ് കൽപ്പാക്കത്ത് വന്നും ഓൺലൈനായിട്ടും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ കുട്ടികളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ R. ചിദംബരം ഒരു പ്രാവശ്യം ഓൺലൈനായിട്ട് നമ്മുടെ ഈ മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേക്ക് നമ്മുടെ കുട്ടികളെയും അധ്യാപകരെയും അഡ്രസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ, ആനുവൽ മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേയിൽ പങ്കെടുത്ത ഡോക്ടർ കാമാറ്റി മുതലി, ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചാൻസലർ, അങ്ങനെ ഒട്ടനവധി പ്രമുഖര് നമ്മുടെ കൽപ്പാക്കത്ത് നിന്ന് ഇവിടെ വരികയും, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇന്ന് ഈ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാവിനിയുടെ ഇപ്പോഴത്തെ CMD മിസ്റ്റർ സുരേഷ് ബാബുവും ഇതിനു മുമ്പുണ്ടായിരുന്ന CMD KV സുരേഷ് കുമാറും ഇവിടെ വാഴക്കുളത്ത് വന്ന് നമ്മുടെ കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ബന്ധമാണ് നമ്മൾ തുടർന്നു പോകുന്നത്. കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നമ്മുടെ കുട്ടികൾ എല്ലാ വർഷവും പതിവായി വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പല രീതിയിലുള്ള നേട്ടം അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യേണ്ട അനുഭവം ഉള്ള സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം അങ്ങ് ന്യൂക്ലിയർ ഗവേഷണ രംഗത്തേക്ക് എത്തിപ്പെട്ടതിൻ്റെ നാൾവഴികൾ നമ്മുടെ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാനാവുമോ? അന്നും ഇന്നും ഈ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എല്ലാ വർഷവും നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയും സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും എല്ലാ വർഷവും റെഗുലറായിട്ട് BRCയുടെ ട്രെയിനിങ് സ്കൂളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 1980 ഞാൻ അതിന് അപ്ലൈ ചെയ്തു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സെലക്ട് ചെയ്തു. അങ്ങനെ BRCയിൽ ഒരു വർഷത്തെ ട്രെയിനിങ് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് ആ BRC ട്രെയിനിങ് സ്കൂള് ഞാൻ 24th ബാച്ചായിരുന്നു. ഇപ്പൊ 68-ാമത്തെയോ 69-ാമത്തെ ബാച്ചാണ് ഇപ്പൊ കറന്റ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗേറ്റ് വഴിയും അതല്ലാതെയും നമുക്ക് ഈ BRC ട്രെയിനിങ് സ്കൂളിൽ ചേരാനും അങ്ങനെ ആറ്റോമിക് എനർജിയുടെ ഡെവലപ്മെന്റിലും ഗവേഷണ രംഗത്തും അതുപോലെ കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ്, പ്രോജക്ട് എക്സിക്യൂഷൻ ലെവലിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഒട്ടനവധി കോൺട്രാക്ടേഴ്സ്, പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഇൻഡസ്ട്രീസ് ഇന്ന് ആറ്റോമിക് എനർജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 20% ജോലി മാത്രമേ ആറ്റോമിക് എനർജി നേരിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 80% ഔട്ട്സോഴ്സിംഗ് ടു ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് ഒട്ടനവധി കോർ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒട്ടനവധി സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ന്യൂക്ലിയർ എനർജി ഫീൽഡിലെ കോർ എഞ്ചിനീയറിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എന്നീ രംഗത്തുള്ള കോർ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നല്ല ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ്. സിവിൽ എഞ്ചിനീയേഴ്സിന് ഒത്തിരി സാധ്യതയുണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലിന് സാധ്യതയുണ്ട്. ഈവൻ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസും ഇൻസ്ട്രുമെന്റേഷനും ഇലക്ട്രോണിക്സ് എല്ലാവർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും നല്ല ചാൻസ് ഉണ്ട്. ഈ അവിടെ പ്രത്യേകത എല്ലാ ബ്രാഞ്ചിലുള്ള എഞ്ചിനീയേഴ്സിനെയും ഈ BRC ട്രെയിനിങ് സ്കൂളിൽ വന്നാൽ അവര് ന്യൂക്ലിയർ എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റും. അവര് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരിക്കും, പക്ഷെ അവരുടെ ആ ന്യൂക്ലിയർ എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി എക്സ്പോഷർ അവിടെ കിട്ടുന്നത്. അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും സാധ്യതകളുണ്ട്, എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സാധ്യമാണ്. അങ്ങ് അറ്റോമിക് എനർജി രംഗത്തെ പ്രവർത്തനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് അധ്യാപന രംഗത്തേക്ക് വന്നയാളാണല്ലോ. അപ്പോൾ അങ്ങേക്ക് വിദ്യാർത്ഥികളോട് അങ്ങേക്ക് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപദേശങ്ങൾ പറയാനുണ്ടോ? അവരെങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു മേഖലകളിൽ എത്തിപ്പെടാൻ അവർ എങ്ങനെ ശ്രമിക്കണം എന്നൊക്കെ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക്
ഈ കോർ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്നും ഒട്ടനവധി സാധ്യതകളുണ്ട്. അതിനെപ്പറ്റി അവര് എഞ്ചിനീയറിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് അപ്രോച്ച് വേണം. അതായത് BRCയിൽ എനിക്ക് ടെസ്റ്റ് എഴുതണം, ഇന്റർവ്യൂ അപ്പിയർ ചെയ്യണം, അതല്ലെങ്കിൽ NBCയിൽ ടെസ്റ്റ് എഴുതണം, ഇന്റർവ്യൂ അപ്പിയർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഓറിയന്റേഷനും അതിനുവേണ്ടി ഒരു താല്പര്യവും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനം നമ്മളും കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് അവരുടെ ജോലികൾ കിട്ടുകയും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും രാഷ്ട്രത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയും. ചെയ്യുമ്പോൾ ആ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ അത് ശരിക്കും എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആയിട്ട് അത് അതിന്റെ ഫലപ്രാപ്തിയിലെത്തുന്നതാണ്. ന്യൂക്ലിയർ രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു നേർക്കാഴ്ചയും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഈ മേഖലയിൽ സാധ്യതകളും വിശദീകരിച്ചു തന്നതിന് പ്രത്യേകം നന്ദി രാജൻ സാർ. താങ്ക് യു സർ.